സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇവിടെ എത്ര വിശ്വാസികളുണ്ട്? ഒന്ന് കരമുയർത്തിക്കാട്ടെ. സുഗന്ധമുള്ള വിശ്വാസികളാണോ സുഗന്ധമില്ലാത്ത വിശ്വാസികളാണോ? നമ്മളൊരു നല്ല സ്പ്രേ വാങ്ങുന്നതായ സമയത്ത് കടക്കാരൻ കുപ്പിയാണോ കാണിച്ചു തരുന്നത്? നോക്കൂ, ഈ കുപ്പി നോക്കൂ, ഇതിലെ സ്പ്രേ നല്ല സുഗന്ധമുള്ളതാണ്, നല്ല മണമുള്ളതാണ് എന്നാണോ സാധാരണ പറയുന്നത്? അതുകൊണ്ടാണ് വഴിയിൽ പോകുന്ന ആളുകളുടെ അടുക്കൽ ആ സ്പ്രേയുടെ ബോട്ടിൽ ഊരി എന്താണ് കം 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 അങ്ങനെ ചില ആളുകളാണെങ്കിൽ സ്പ്രേ വാങ്ങത്തേ ഇല്ല. ആവശ്യമുള്ള സമയത്ത് ആ കടയിൽ ചെന്നിട്ട് അതിനെത്രാണ് ഇതിനെത്രാണെന്നെല്ലാം ചോദിച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ സ്പ്രേ പൂശുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ പെർഫ്യൂം അടിക്കുമ്പോൾ അതിന് ഒരു മണവും വന്നിട്ടില്ല എന്നിരിക്കട്ടെ, നിങ്ങളത് വാങ്ങാനിടയാകുമോ? അതിനെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ബ്രാൻഡ് അനുസരിച്ചാണോ, അതിൻ്റെ ബോട്ടിൽ അനുസരിച്ചാണോ, അതോ അതിൻ്റെ സുഗന്ധം അനുസരിച്ചാണോ അതിൻ്റെ വില നിശ്ചയിക്കുന്നത്? അപ്പോൾ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആ സുഗന്ധം എന്താണ്? വിശ്വാസത്തിൻ്റെ ആ പ്രതിഫലം നമ്മിൽ കാണണം. ഇന്ന് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ചെയ്യുന്നതെല്ലാം എന്താണ്? അവിശ്വാസ കാര്യങ്ങൾ, ലോകകാര്യങ്ങളാണ്. വേദപുസ്തകം പറയുന്നു വിശ്വാസികളോട്, നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വിജയിക്കണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ വീരന്മാരായി തീരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയാമോ? എന്താണ് വേണ്ടതെന്നറിയാമോ? സമ്പത്തുകളോ നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതോ ഒന്നുമല്ല. എന്താണ് വേണ്ടത്? കഷ്ടത വേണം. എന്താണ് വേണ്ടത്? കഷ്ടത ആഗ്രഹിക്കുന്ന വിശ്വാസികളുണ്ടോ ഈ കാലത്ത്? കഷ്ടതയിൽ നിലനിൽക്കുന്ന വിശ്വാസികളുണ്ടോ ഈ കാലത്ത്? കഷ്ടതയിൽ ആനന്ദിക്കുന്ന വിശ്വാസികളുണ്ടോ ഈ കാലത്ത്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം മുതൽ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നു കുറയാ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കുതിര ഛേദത്തിലകപ്പെട്ടു. ഇങ്ങനെയുള്ള കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ സഭയിൽ വരുമോ? ഇങ്ങനെയുള്ള കഷ്ടതകൾ എന്നെപ്പോലുള്ള ദൈവദാസന്മാർക്ക് കിട്ടിയാൽ അദ്ദേഹം ദൈവവേല ചെയ്യുമോ? എന്തെല്ലാം കഷ്ടതകളാണ്! ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പ്രാണഭയത്തിലായി. ഒന്നു കുറയാ 40 അടി. യേശുവിനെ 1 പ്രാവശ്യമാണ് അടിച്ചത്. ഇദ്ദേഹത്തെ എത്ര പ്രാവശ്യമാണ്? 5 തവണ. ഒന്നു കുറയാ 40 അടി കൊണ്ടു. 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു കഷ്ടത വരുമ്പോൾ ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് ചിലർ വിചാരിക്കും. ഒരു നഷ്ടമുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകും. നീ വിശ്വാസിയാണെങ്കിൽ, നീ ദൈവത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി, കർത്താവിൻ്റെ സാക്ഷിയായി നിലനിൽക്കുന്നതിനു വേണ്ടി നീ എന്തു തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ കഷ്ടതകൾ ഉണ്ടാകും. അത് കർത്താവ് നമ്മെ പരിശോധിക്കാൻ വേണ്ടി അയച്ചതാണ്. പിശാച് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്നു. പിശാച് എപ്പോഴും നമ്മെ പരീക്ഷിക്കും. ദൈവം നമ്മെ പരിശോധിക്കുകയാണ്. പിശാചാണ് പരീക്ഷകൾ കൊണ്ടുവരുന്നത്. എന്നാൽ റിസൾട്ട് കൊടുക്കുന്നത് ആരാണ്? എന്താണ്? ആ പരീക്ഷയിൽ നീ വിജയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിനക്ക് പ്രമോഷൻ ഉണ്ട്. അടുത്തൊരു ലെവലിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് നിനക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ എഴുതണം. ഒരു ഇൻ്റർവ്യൂവിന് പോകണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് കൊണ്ടാണ് സെലക്ട് ആകാതിരുന്നത് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത് വിവേകമാണോ അവിവേകമാണോ? എന്താണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണർവിലേക്ക് നമ്മെ കൊണ്ടുപോകണമെന്നും
വിശ്വാസത്തിൽ ബലപ്പെടുത്തണമെന്നും ആശിക്കുന്നതായ സമയത്ത് കർത്താവ് നമുക്ക് കഷ്ടത അനുവദിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ എല്ലാവർക്കും കഷ്ടത ഉണ്ടാകും. ധനവാൻ ലാസറിനെ അയക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ ഭൂമിയിൽ ജീവിച്ച് സുഖം അനുഭവിക്കുവാനിടയായി. ഇവനാണെങ്കിൽ കഷ്ടത അനുഭവിച്ചു, അതുകൊണ്ട് അവനിവിടെ ആനന്ദിക്കുന്നു. ധനവാന്മാരെ, നിങ്ങളുടെ ചിരിയെ വിലാപമാക്കി മാറ്റൂ. ഇന്നു ചിരിക്കുന്നതായ നിങ്ങൾ ഒരു നാൾ കരയും എന്ന് ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. പൗലോസിന്റെ ജീവിതം നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ വന്നതുപോലെ ഉള്ളതായ കഷ്ടതകൾ ഇന്നുള്ള ദൈവദാസന്മാർക്ക് വരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ തന്നെ 10-15 പാസ്റ്റർമാരിൽ കൂടുതലായിട്ട് കാണുകയില്ലായിരിക്കും. ഇന്നുള്ളതായ ദൈവദാസന്മാർക്ക് സുഖമാണ് വേണ്ടത്. പേര് വേണം, പ്രശസ്തി വേണം, ബഹുമാനം വേണം, ലാഭം വേണം, ഉയർച്ചയുണ്ടാകണം. അപ്പോഴാണ് ദൈവവേല നന്നായിട്ട് നടക്കുന്നത് എന്ന് അവർ പറയുന്നു. ഒരു യഥാർത്ഥ ദൈവദാസൻ കഷ്ടത അനുഭവിക്കും. ശാരീരികമായിട്ടുള്ള കഷ്ടത, മാനസികമായിട്ടുള്ള കഷ്ടത, സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കഷ്ടത, സാമ്പത്തികപരമായ കഷ്ടത, കുടുംബപരമായ കഷ്ടത, അങ്ങനെ എത്രയോ തരത്തിലുള്ള കഷ്ടതകൾ ഇന്നുള്ള മനുഷ്യർക്കുണ്ടെന്ന് അറിയാമോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയാണോ സന്തോഷമാണോ? കല്യാണം കഴിഞ്ഞവരെന്ന് പറയാമോ? കല്യാണം കഴിഞ്ഞവരെന്ന് കൈയിരുത്താമോ? വിവാഹത്തിന് മുമ്പായിരുന്ന ബുദ്ധിമുട്ട് വിവാഹത്തിന് ശേഷമാണോ കഷ്ടത? കല്യാണത്തിന് ശേഷമാണോ? പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചത്? എന്തിനാണ് കല്യാണം കഴിച്ചത്? ബൈബിളിൽ മുൻപേ പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് ഭൗതികമായിട്ടുള്ളതായ കഷ്ടതകൾ ഉണ്ടാകും. ഒരാൾ തന്നെയാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. രണ്ടുപേരുണ്ടായിരിക്കുന്ന സമയത്ത് പരസ്പരം ഐക്യതയോടുകൂടിയായിരിക്കണം. പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും വേണ്ടതാണ്. അതുപോലെ നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രസവവേദന നീ അനുഭവിക്കേണ്ടതായിട്ട് വരും. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കണം. നിന്റെ കാര്യം നീ നോക്കുകയല്ല, നിന്റെ കുടുംബത്തെ കാര്യം നീ നോക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് കുടുംബജീവിതം വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? 100-ൽ 1-2 പേരെ പറയുമായിരിക്കും എനിക്ക് വിവാഹം വേണ്ട എന്ന്. ഒരു പയ്യൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട എന്ന്. എന്താണെന്ന് ചോദിച്ചു പറയും, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോൾ അത് കൊടുത്ത് ഭാര്യയ്ക്ക് സാരി വാങ്ങണമോ? ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് അവൾക്ക് ആഹാരം കൊടുക്കണമോ? ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഫീസ് കെട്ടണമോ? എന്തിനാണ് ഈ അനാവശ്യമായ ചെലവുകൾ? അതുകൊണ്ട് എനിക്ക് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അധ്വാനിക്കുന്ന പണം ഞാൻ തന്നെ ഉപയോഗിച്ചു കൊള്ളാം. ആ പണമെല്ലാം വെച്ചിട്ട് ഒരു പൂമാല ഉണ്ടാക്കിയിടാമെന്ന്. എന്താണ് ഇവർ പറയുന്നത്? താൻ ത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും പോറ്റി വളർത്തുക എന്നത് എത്ര ആനന്ദമാണെന്ന്, താൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചു കൊണ്ടുവരുന്നതായ പണം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുന്നത് അത് എത്രത്തോളം സന്തോഷകരമാണെന്ന് ഒരു വിശ്വാസിക്ക് അറിയാം. വിശുദ്ധനായ പൗലോസ് ഇവിടെ കഷ്ടത സഹിക്കുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ല കേട്ടോ. എത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഓരോ പണവും കൊണ്ടുവന്നിട്ട് എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവളത് സേഫ് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു. നിങ്ങൾക്കറിയാമോ, ഭാര്യയും മക്കളെയും നോക്കുന്ന വിഷയത്തിൽ വലിയ ത്യാഗമായിട്ട് ചില ആളുകൾ ഭാവിക്കുകയാണ്. അറിയാമോ, അത് നിന്റെ കടമയാണ്. ഒരുവൻ തൻ്റെ കുടുംബത്തെ പോറ്റുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ മോശം വ്യക്തിയാണ്. ഇവിടെ പൗലോസിന്റെ കഷ്ടത നാം നോക്കുമ്പോൾ തനിക്ക് വേണ്ടി എല്ലാ കഷ്ടത അനുഭവിക്കുന്നത്. തനിക്ക് ഭാര്യയും മക്കളെയും അവിടെ കാണുന്നില്ല. തൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ കഷ്ടത അനുഭവിക്കുന്നത്. താൻ സുവിശേഷം നിമിത്തമാണ് കഷ്ടത അനുഭവിക്കുന്നത്. ദൈവനാമത്തിലാണ് കഷ്ടത അനുഭവിക്കുന്നത്. ഇന്ന് എത്ര ആളുകളുണ്ട് ദൈവനാമത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ? നിന്റെ ജോലിയുടെ വിഷയത്തിൽ നീ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെ നോക്കുന്ന വിഷയത്തിൽ നീ കഷ്ടത അനുഭവിക്കുന്നു. എന്നാൽ എത്ര ആളുകൾ ഇന്ന് നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി, അവൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുവാനായി, അവൻ്റെ നാമത്തെ അറിയാത്തവർക്ക് അവൻ്റെ നാമത്തെ അറിയിച്ചു കൊടുക്കുവാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അറിയാൻ കഴിയും, ഇന്ന് അനേകം ആളുകൾ ലാഭത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. സുഖത്തിനു വേണ്ടി ഒരു ജീവന ഉപാധിയായിട്ട് ദൈവവേലയെ കാണുന്നു. അത് ദുഃഖകരമാണ്.
പൗലോസിന്റെ ജീവിതത്തെ കാണുമ്പോൾ നമുക്ക് കാണാം 26-ാമത്തെ വാക്യം. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണങ്ങളിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാൽ ഉള്ളതായ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം. അങ്ങനെ യാത്ര ചെയ്യുക എന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എളുപ്പമാണോ? കഷ്ടമാണോ? എയ്റോപ്ലെയിനിലാണെങ്കിൽ സുഖമാണോ? കാറിലാണെങ്കിൽ സുഖമാണോ? AC കോച്ചിലാണെങ്കിൽ സുഖമാണോ? ഗവൺമെന്റ് ബസ്സിലാണെങ്കിൽ സുഖമാണോ? ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ സുഖമാണോ? ഞാൻ എല്ലാ രീതിയിലുമുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഓരോ രീതിക്കും അതിൻ്റെതായ കഷ്ടതകളുണ്ട്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നോക്കിയാലും ഈ കാലത്ത് ഒരുപാട് കൊതുകിനെയും ഈച്ചയെയും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എയ്റോപ്ലെയിനിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ഒരു സോഫ മേലിരിക്കുന്നത് പോലെ ഇരിക്കുവാൻ കഴിയില്ല. മിലിറ്ററിക്കാർ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എന്താണ്? ആ യാത്ര നാം അവസാനിച്ചു കഴിയുന്നതായ സമയത്ത് നമുക്കറിയാം, ഇറങ്ങിക്കഴിയുമ്പോൾ വളരെ ഉയരത്തിലും വളരെ വേഗതയിലും യാത്ര ചെയ്തതിന് ശേഷമായിട്ട് ആ മനുഷ്യൻ യാത്ര അവസാനിപ്പിച്ചിറങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്നതായ ആ മാറ്റം, അതിൻ്റെ യാത്രയുടെ എഫക്റ്റ് എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് വേദനയുണ്ടാകാറുണ്ട്. അത് ലക്ഷറിയാണെന്ന് ചിന്തിക്കും, എന്നാൽ അതിലും ഒരു കഷ്ടതയുണ്ട്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വിഷയത്തിൽ ദൈവവേല ചെയ്യാൻ വേണ്ടി എത്രയോ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ ഒരു കാലിൽ നിന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് തിരക്കുള്ളതായ ട്രെയിൻ യാത്രയിൽ ഒരു കാല് ഉയർത്തിവെക്കാൻ പോലും കഴിയാതെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ ഇല്ലാത്തതായ കമ്പാർട്ട്മെന്റിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ആ തിരക്കിൽ ഒരു കാലം മാത്രം ചവിട്ടി നിന്ന് യാത്ര ചെയ്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്. അതെത്രയോ കഷ്ടതയും ബുദ്ധിമുട്ടും നിറഞ്ഞതാണെന്ന് നിങ്ങൾ തന്നെ ഓർത്തുകൊള്ളുക. ടോയ്ലറ്റിന്റെ അരിയിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് കിടന്നതായ സന്ദർഭങ്ങളുണ്ട്. ട്രെയിനിൽ ചിറ്റൂരിൽ ദൈവവേല ചെയ്യാൻ പോയിട്ട് കടന്നു വന്നപ്പോൾ വന്ന ബസ്സിൽ ഇടം ഇല്ലാതെ ആ ബസ്സിൽ നടക്കുന്നതായ ഇടവഴിയുണ്ടല്ലോ, ആ ഇടവഴിയില് പേപ്പർ വിരിച്ച് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകൾ കാലുവെച്ച് തട്ടാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്താലും ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണ്. റിസർവേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം വരും. ഇറങ്ങിയ സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ആഹാരമുണ്ടോ എന്ന് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. എന്താണ്? പൗലോസ് ചെയ്തതായ യാത്രകളിൽ അവനെ സ്വീകരിച്ചതായ ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ പലരും വന്നെന്നെ റിസീവ് ചെയ്യാറുണ്ട് സാധാരണ. എന്നാൽ പൗലോസിനെ അങ്ങനെ സ്വീകരിക്കാൻ ആരും ഇല്ല. കൂടെ നിൽക്കുന്നവർ ആരും തന്നെയില്ല. അവൻ്റെ യാത്രകളിൽ കൂടുതൽ ശതമാനം നോക്കിയാൽ അതെല്ലാം സമുദ്ര യാത്രകളാണ്. എന്തുകൊണ്ടെന്നാൽ ആ കാലത്ത് എയ്റോപ്ലെയിനുകൾ ഇല്ലായിരുന്നു. അദ്ദേഹം 3 മിഷണറി യാത്രകൾ ചെയ്യാനിടയായി. താൻ ഓരോരോ ദേശങ്ങളിലേക്ക് പോകാൻ കപ്പലുകളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഈ കാലത്തുള്ളതുപോലെ യന്ത്രങ്ങളുള്ളതായ കപ്പലുകൾ അല്ലായിരുന്നു. ഇന്നത്തെ കൂട്ടെ 5 സ്റ്റാർ സൗകര്യമുള്ളതായ കപ്പലുകൾ അല്ലായിരുന്നു. അന്നത്തെ കപ്പലുകൾ എല്ലാം തന്നെ പായ്ക്കപ്പലുകൾ, പായ വിരിച്ച് ഓടുന്നതായ കപ്പലുകളായിരുന്നു. വളരെ കഷ്ടത അനുഭവിക്കേണ്ടതായി വന്നു. കടലിൽ അന്നൊരാൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേരുമോ അതോ കടലിൽ അകപ്പെട്ടു പോകുമെന്ന് പറയാൻ കഴിയില്ല. ജീവനെ പണയം വെച്ചുകൊണ്ടാണ് അന്നുള്ള യാത്രകൾ ഓരോന്നും നടത്തിയിരുന്നത്. അങ്ങനെയുള്ളതായ സമുദ്ര യാത്രകളിൽ കഷ്ടത അനുഭവിച്ച്, കപ്പൽ ഛേദം അനുഭവിച്ച്, പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വേല ചെയ്തു. അപകടങ്ങളിൽപ്പെട്ടു. നദികളിൽ ഉള്ളതായ അപകടങ്ങൾ അതെല്ലാം സഹിച്ച് ഞാൻ ദൈവവേല ചെയ്തു. നദികളിലുള്ള കഷ്ടതകൾ, കള്ളന്മാരാൽ കള്ളന്മാരാൽ ഉള്ളതായ കഷ്ടത, കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ട്. ഇപ്പോഴുള്ള കള്ളന്മാരിലെ വേറെ ലെവലാണ്. ഇന്നുള്ള കള്ളന്മാരൊക്കെ അവർക്ക് വേണ്ടത് തട്ടിപ്പറിച്ചു പോവുകയാണ് പതിവ്. പണ്ടുകാലത്ത് അങ്ങനെയല്ല. നിന്നെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും അവർ മോഷ്ടിക്കുവാനിടയാകും.
കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടെങ്കിൽ അവൻ ഒന്നുകിൽ ഉപദ്രവിക്കപ്പെടും മാരകമായി, അല്ലെങ്കിൽ കൊല്ലപ്പെടും. അങ്ങനെ പൗലോസ് ദൈവവേല ചെയ്യുന്നതായ കാലത്ത് ശാരീരികമായ കഷ്ടതയുണ്ടായിരുന്നു. യാത്രകൾ കൊണ്ടുള്ള കഷ്ടതകൾ, സ്വന്തക്കാരാലുള്ളതായ കഷ്ടതകൾ നാം എല്ലാം സഹിക്കും. എന്നാൽ സ്വന്തക്കാരായവർ നമ്മെ വഞ്ചിക്കുന്നതായ സമയത്ത്, ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അത് സഹിക്കുന്നത് വളരെ വേദനയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നീ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ നിന്നെ വഞ്ചിച്ചാൽ, നീ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിച്ചാൽ, നിന്റെ മക്കൾ നിന്നെ വഞ്ചിച്ചാൽ, നീ സ്നേഹിക്കുന്ന നിന്റെ മാതാപിതാക്കൾ നിന്നെ തള്ളിക്കളഞ്ഞാൽ സഹിക്കാൻ കഴിയുമോ? നിന്റെ രക്തബന്ധമുള്ള സ്വന്തക്കാർ, ഇന്ന് കൂടുതലും തട്ടിപ്പും ചതിവുമൊക്കെ നടക്കുന്നത് സ്വന്തക്കാർ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. ബന്ധുവിന്റെ മകളെയാണ് കല്യാണം കഴിച്ചത്, എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുന്നു. വെളിയിൽ ഒരാളുടെ മകളായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നീ ചെയ്തതായ ഒരു ചെറിയ തെറ്റു കാരണം ചിലപ്പോൾ ജീവിതകാലം മുഴുവനും ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. അങ്ങനെയുള്ള കഷ്ടതയ്ക്കുള്ള പരിഹാരം എന്താണ്? അങ്ങനെയുള്ള കഷ്ടതയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? നീ അങ്ങനെ നിരാശപ്പെട്ട് ഹൃദയത്തിൽ ഭാരത്തോടുകൂടി നീ വളരെ ദുഃഖത്തോടുകൂടിയായിരുന്നാൽ അതിൻ്റെ ഒരു പരിഹാരം നിനക്ക് ലഭിക്കുകയില്ല. നിന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി, ഒരു പരിക്ക് പറ്റിയെന്നിരിക്കട്ടെ, സാരമില്ല, അത് പൊക്കോളും. അങ്ങനെ പറഞ്ഞാൽ പോകുമോ? ഒരു വ്രണമുണ്ടായാൽ അത് കാലങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ തന്നെ പൊക്കോളുമെന്ന് പറഞ്ഞാൽ ആ വ്രണം മാറിപ്പോകുമോ? അതോ നിന്റെ കാലായിരിക്കുമോ പോകുന്നത്? ഒരു പ്രശ്നമുണ്ടാകുന്നതായ സമയത്ത് അത് തന്നെ പോയിക്കോളും, അത് സാരമില്ലെന്നേ എന്ന് പറഞ്ഞ് അത് വിട്ടുകളഞ്ഞാൽ അത് കൂടുതൽ ഗുരുതരമാകും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ പരിശോധിക്കണം. ഇതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടായി? അതിന്റെ കാരണം എന്താണ്? അതെങ്ങനെ പരിഹരിക്കാം? അതിനെ എങ്ങനെ നിലനിർത്താതെ അതിനെ തുടച്ചു മാറ്റുവാൻ കഴിയും? ആ കഷ്ടതയിലും എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. കഷ്ടത ഉണ്ടാകുന്നതായ സമയത്ത് നോക്കൂ, ഒരുപാട് കഷ്ടത പൗലോസിന് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണോ എന്ന് സംശയിച്ചില്ല. ഞാൻ മുൻപോട്ട് പോകുന്നില്ല, പിൻപോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞില്ല. ആരാധനയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് നിന്റെ അടുത്ത ഒരു ബന്ധു വീട്ടിലേക്ക് വരുന്നു. അപ്പോഴെന്ത് ചെയ്യും? അയ്യോ, എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞ ബൈബിൾ കളഞ്ഞിട്ട് അകത്തോട്ട് പോകുമോ? അതാണിന്ന് വിശ്വാസികൾ ചെയ്യുന്നത്. എന്നാൽ പൗലോസിന് കഷ്ടത വന്നപ്പോൾ, കപ്പൽ ഛേദം വന്നപ്പോൾ മുമ്പോട്ട് പോയോ പിറകോട്ട് പോയോ? കള്ളന്മാർ വന്ന് തങ്ങളുടെ സകലതും കവർച്ച ചെയ്ത് പോയതായ സമയത്ത് യാത്ര അവസാനിപ്പിച്ചു പോയോ അതോ മുമ്പോട്ട് പോയോ? പൗലോസിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മിഷണറി യാത്രകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അത്രത്തോളം കഷ്ടതകൾ വന്നിട്ടും അവൻ മുൻപോട്ട് തന്നെയാണ് പോയത്. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സുവിശേഷവുമായിട്ട് പോവുകയാണ് ചെയ്തത്, അല്ലാതെ നിന്നു പോയില്ല. സ്വന്തക്കാർ വഞ്ചന ചെയ്തിട്ടും അന്യരായ വ്യക്തികൾ മൂലമുണ്ടാകുന്ന ആപത്ത്, അന്യരായ പുതിയ വ്യക്തികൾ കാരണം നമുക്ക് കഷ്ടതയുണ്ടാകാം, വഞ്ചനകൾ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇവിടെ പൗലോസ് മുമ്പോട്ട് പോയി. സമുദ്രത്തിൽ അതുപോലെ കപട സഹോദരങ്ങൾ, ഇതൊരു പുതിയ ഗ്രേഡാണ്. എപ്പോഴും നമ്മുടെ ലോകത്തിൽ എല്ലാവരും നമ്മെ കാണുമ്പോൾ ഒരുപാട് സ്നേഹിക്കണം, എല്ലാവരും നമ്മെ കാണുമ്പോൾ നമസ്കാരം പറയണം, നമ്മെ കാണുന്ന എല്ലാവരും നമ്മെ ബഹുമാനിക്കണം, നമുക്ക് എല്ലാവരാലും നല്ല വില ലഭിക്കണം, എല്ലാവരും നമ്മെ ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അത് അവിവേകമാണ്, അത് അറിവില്ലായ്മയാണ്. സ്വന്തക്കാർ, ബന്ധുക്കാർ, വെളിയിലുള്ളവർ, ഫ്രണ്ട്സ്, ഇന്നുള്ളതായ മനുഷ്യർ അനേകം ആളുകളെ വിശ്വസിക്കും, എന്നാൽ യേശുവിനെ അത്രത്തോളം പോലും വിശ്വസിക്കില്ല. അവൻ ആരാണെന്ന് ചോദിച്ചാൽ പറയും, എന്താണ്? എൻ്റെ അതായത് അവൻ്റെ പ്രാണൻ എടുക്കുന്നവനാണെന്ന് അർത്ഥം. നിങ്ങൾക്ക് പ്രാണസ്നേഹിതരുണ്ടെങ്കിൽ ജാഗ്രത, എപ്പോഴെങ്കിലും അവൻ നിന്റെ പ്രാണൻ എടുക്കാതെ നോക്കണം. എന്താണ്? കള്ള സഹോദരന്മാർ. ഇന്ന് സഭയിൽ നല്ല വിശ്വാസികളെ പോലെ വന്നിരിക്കുന്നവരുണ്ട്, കപടമുള്ളവരുണ്ട്. നല്ല നല്ല മധുരമുള്ള വാക്കുകൾ പറയും നിന്നോട്, കപടമാണ്. നിന്നെ സഹായിക്കുന്നത് പോലെ പ്രവർത്തിക്കും. ഏതെങ്കിലും ഒരു ദിവസം നിന്നെ വഞ്ചിച്ച്, ഏതെങ്കിലും ഒരു ദിവസം നിന്നെ കവർച്ച ചെയ്യാനുള്ള ഉദ്ദേശമാണത്. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം. അടുത്ത വാക്യം വായിക്കുകയാണെങ്കിൽ, അധ്വാനം
അതുപോലെ പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. പൗലോസ് ഒരു ദിവസം രോക്ഷത്തോടെ പറഞ്ഞതാണ്, അല്ലാതെ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല. എല്ലാവരും അവനെ നിന്ദിച്ചതായ സമയത്ത് ഇവൻ എന്ത് വേലയാണ് ചെയ്യുന്നത്, എന്ത് സേവയാണ് ചെയ്യുന്നത്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അവിടെ നിന്നും ഇവിടെ നിന്നുമെല്ലാം കഷ്ടത അനുഭവിക്കും, അവിടെ നിന്നും ഇവിടെ നിന്നുമെല്ലാം ഒത്തിരി ഉപദ്രവങ്ങൾ സഹിക്കും എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞതായ കാര്യമാണ്. ഈ കാലത്ത് പൗലോസിനെ പോലെ വേല ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ അൺസക്സസ്ഫുൾ സെർവന്റ് ഓഫ് ദ ഗോഡ് എന്ന് പറയും. എന്താണ് സക്സസ്ഫുൾ ഗോഡ് സെർവന്റ് എന്ന് പറയുകയില്ല. എന്താണ്, എന്ത് ചെയ്യാം, അവൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയും. ഹല്ലേലൂയയും കൈയടിയും ഒന്നും കാണത്തില്ല. എന്താണ് അവൻ്റെ വേലയിൽ എന്തായിരിക്കുമുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കുക, 1 മണി വരെ ആലയത്തിലിരുന്ന് ഉപവസിക്കുന്നവൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണോ ഉള്ളത്? ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ 1 മണിക്കൂർ സഭയിൽ ഇരുന്നിട്ട് ഹല്ലേലൂയാ പോയിട്ട് വരൂ എന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്ന് ആരാധിക്കുവാൻ എത്ര വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നുണ്ട്? അങ്ങനെയുള്ള സഭകളിൽ എത്ര വിശ്വാസികൾ കാണും? ഇന്ന് മനുഷ്യർ കഷ്ടത ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടും കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നില്ല. ലോകത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ ചെറിയ ഒരു കഷ്ടത വരികയാണെങ്കിൽ ഇരിക്കുവാൻ കസേരയില്ലെന്ന് പറഞ്ഞിട്ട് ഒരാൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സഭയിൽ വന്നപ്പോൾ ഇരിക്കുവാനായിട്ട് കസേരയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ചത്താലും ഇവിടെ കയറില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനിടയായി. പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ ശവപ്പെട്ടിലാക്കി ആ ചർച്ചിലേക്കാണ് കൊണ്ടുവന്നത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. എന്താണ്, മരിക്കുന്നതായ വിശ്വാസികളുടെ ശവശരീരം ആദ്യം സഭയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കല്ലറയിൽ അടക്കാൻ പോകുന്നത്. ഒരിക്കലും അങ്ങനെ അതുകൊണ്ട് പറയരുത്. എന്താണ്, എന്നെ ആരെങ്കിലും കൊന്നാലും ശരി, ഞാൻ ഈ കർത്താവിനെ വിട്ടുമാറില്ല. നോക്കൂ, പൗലോസിന്റെ ജീവിതത്തിലെ ശുശ്രൂഷകളെ നോക്കുമ്പോൾ കഷ്ടതയുടെ, അതുപോലെ ഉറക്കിളപ്പ്, അതിന്റെ അർത്ഥം എന്താണ്? രാത്രിയിൽ ഉറങ്ങാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവവേല ചെയ്യുന്നു. എത്രയോ രാത്രികൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഉറക്കളച്ചിരുന്നു. എത്രയോ തവണ വിശപ്പോടുകൂടിയിരിക്കാനിടയായി. പട്ടിണി എന്ന് പറയുമ്പോൾ എത്ര ആളുകൾക്ക് അറിയാം? ഒന്ന് കരമുയർത്താമോ? നോക്ക്, എത്രയോ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. വിശക്കുന്നതിന് മുൻപ് തന്നെ ആഹാരം കഴിക്കുന്നവന് വിശപ്പിന്റെ വിലയറിയാൻ കഴിയുമോ? വിശപ്പില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അമ്മയെ വിശക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾ പറയുമോ? ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ചെറുപ്പത്തിൽ അമ്മയെ വിശക്കുന്നു, ആഹാരം തരൂ എന്ന് പറഞ്ഞതായ ദിവസങ്ങൾ. എന്നാൽ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളോട് തിന്നു 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 എന്ന് പറയുകയാണ്. വേണ്ട 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 എന്നവർ പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ എന്താണ്, നീ പിന്നെ അവരോട് കേഴേണ്ട കാര്യമില്ല. ദൈവനാമത്തിൽ ഒരു നേരം ആഹാരം ഉപേക്ഷിച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമുക്ക് നല്ലൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ എക്സ്ട്രാ ഉണ്ടായിരിക്കുന്ന ഫാറ്റുകളുണ്ടല്ലോ, അതെല്ലാം അലിഞ്ഞിട്ട് നിന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുവാൻ തക്കവണ്ണം ദൈവം ക്രമീകരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫാറ്റുകളെല്ലാം ഉരുകിപ്പോകേണ്ടതാണ്. വിശപ്പും വലിയ കഷ്ടതയായിട്ടാണ് പറയുന്നത്. രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ, പകൽ മുഴുവൻ ആഹാരം കഴിക്കാതെ, ഒരുപാട് സമയം പട്ടിണി ഇരുന്ന്, ഇന്നെനിക്ക് പട്ടിണി എന്താണെന്നറിയാം. എത്രയോ തവണ ഞാൻ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട്, ദൈവവേല ചെയ്തിട്ടുണ്ട്. വിശന്നിരുന്ന് ദൈവവേല ചെയ്ത് ദൈവസന്നിധിയിലുള്ളതായ ആനന്ദത്തെ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉറക്കളപ്പ്, ആഹാരമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. ഉപവാസം ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ ഉപവസിക്കണം. നമ്മുടെ ശരീരത്തിലുള്ളത് ദഹിക്കുവാൻ 4 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. 4 മണിക്കൂർ കഴിയുമ്പോൾ നിനക്ക് വിശക്കുമെന്നാണ്. ആ സമയം മുതൽ ഒരു 8 മണിക്കൂർ വരെ നീ ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിച്ചുകൊണ്ട് ഉപവാസം. ഇന്ന് ഫാസ്റ്റിംഗ് പ്ലാനിന് പോകണം, അതുകൊണ്ട് റെഡിയാവുകയാണ്. എന്താണ്, തിന്നുകയാണോ? ഉപവസിക്കാനിടയാകണം.
ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി ഇന്നത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. ഉപവസിക്കണം, ഒരു ഉറച്ച തീരുമാനമെടുക്കണം. ഞാൻ ആഹാരം കഴിക്കുകയില്ല, ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് വിശപ്പ് ഉണ്ടാകും, എന്നാൽ ഞാനത് സഹിച്ച് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിച്ചുകൊണ്ട് 3 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രസംഗവും പാട്ടും ഇല്ലാതെ 3 മണിക്കൂർ തുടർച്ചയായി പ്രാർത്ഥിക്കുക. അപ്പോൾ കഷ്ടതയെ ജയിക്കുവാൻ കഴിയും, അപ്പോൾ ബുദ്ധിമുട്ടുകളെ ജയിക്കുവാൻ കഴിയും, അപ്പോൾ ആത്മീയ ബലം പ്രാപിക്കാൻ കഴിയും, അപ്പോൾ ആത്മീയമായ ജീവിതത്തിൽ ശക്തി പ്രാപിക്കും. ഇവിടെ തണുപ്പ്, നഗ്നത, അനേകമായ വിഷയങ്ങളിൽ പൗലോസ് കഷ്ടത അനുഭവിച്ചതായിട്ട് കാണാം. ഒരിക്കൽ പോലും പൗലോസ് ഞാൻ വിശ്രമം എടുക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയില്ല. അതുപോലെ ഒരു ഉന്നതമായ അഭിവൃദ്ധിയും സമൃദ്ധിയും അനുഭവിച്ചതായിട്ട് ശുശ്രൂഷയിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ എത്രയോ കഷ്ടതകൾ വന്നിട്ടും, തടവറയിൽ അടയ്ക്കപ്പെട്ടിട്ടും, ശിരച്ഛേദം ചെയ്തപ്പോഴും ഞാൻ വിശ്വസിച്ചവനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല, അതുകൊണ്ട് ഞാൻ നിരാശപ്പെടില്ല, എൻ്റെ കഷ്ടതയിലും ഞാൻ ആനന്ദിക്കുന്നുണ്ട്. ഈ ദിവസം മുതൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി താൻ കഷ്ടത അനുഭവിക്കണം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവെ, കഷ്ടത അനുഭവിക്കാൻ പഠിപ്പിക്കണമേ. ഉപവാസ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു. ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും തടസ്സങ്ങൾ കാരണം എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. കർത്താവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു അപമാനമോ ഒറ്റപ്പെടലോ വരുമ്പോൾ തളർന്നു പോവുകയാണ്, നിരാശപ്പെടുന്നു, അധൈര്യപ്പെടുന്നു. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന വലിയ ഭാഗ്യമാണെന്നും, കഷ്ടത്തിൽ കൂടി സഹിഷ്ണുതയും, കഷ്ടത്തിൽ കൂടി ആത്മീയ ശക്തിയും, കഷ്ടത്തിൽ കൂടി അനുഭവങ്ങളും ഞങ്ങൾക്ക് നൽകുന്നുവെന്നും, കഷ്ടത ഞങ്ങളെ പരിപൂർണരാക്കി മാറ്റുന്നുവെന്നും, കഷ്ടത നിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. അതേ കർത്താവേ, നിന്നോടൊപ്പം കഷ്ടം അനുഭവിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് നിന്നോടൊപ്പം ആയിരിക്കണം. അങ്ങയെ വിട്ടിട്ട് ഞാൻ പോവുകയില്ല. കർത്താവേ, അല്പകാലം കഷ്ടത അനുഭവിച്ചതിന് ശേഷം ഞങ്ങളെ ബലപ്പെടുത്തി പരിപൂർണരാക്കി മാറ്റി ശക്തിപ്പെടുത്തി സ്ഥിരപ്പെടുത്തുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തെത്രയോ ആളുകൾ ഉണ്ടായിരുന്നിട്ടും സർവശക്തനായ സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായല്ലോ. ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ച് കണ്ണുനീരൊഴുക്കി അധ്വാനിച്ചുകൊണ്ട് ത്യാഗത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, നിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. നിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് വലിയ ഉണർവിനെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ